രണ്ട് തരത്തിലുള്ള കോൺസ്റ്റിറ്റ്യൂഷനാണ് ഉള്ളത്. റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷനും ഫ്ലെക്സിബിൾ ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷനും. റിജിഡ് എന്ന് പറയുന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം, ഭയങ്കര ഫിക്സ്ഡ് ആയിട്ടുള്ള കറക്റ്റ് ഒരു ഓർഡറുള്ള, നമ്മൾ ബോർഡറൊക്കെ വരച്ചിട്ട് അല്ലെങ്കിൽ ഭയങ്കര ടൈറ്റ് ആയിട്ടിരിക്കുന്ന ഒരു സംഭവത്തിനാണ് നമ്മൾ റിജിഡ് എന്ന് പറയുന്നത്. അപ്പോൾ റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോഴും ആ സെയിം മീനിങ് തന്നെയായിരിക്കും വരുന്നത്. ഒരു റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മാറ്റം കൊണ്ടുവരാൻ പറ്റുന്ന അല്ലെങ്കിൽ ഭേദഗതി ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കില്ല. സ്പെഷ്യൽ പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്താൽ മാത്രമേ ഒരു റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഭേദഗതികൾ കൊണ്ടുവരാനായിട്ട് സാധിക്കൂ. സ്പെഷ്യൽ പ്രൊസീജിയേഴ്സ് കൊണ്ടുവന്നാൽ മാത്രമേ ഒരു റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷനിൽ അമെൻമെൻറ്റ്സ് അല്ലെങ്കിൽ ഭേദഗതി കൊണ്ടുവരാനായിട്ട് സാധിക്കൂ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ നിൽക്കുന്ന രാജ്യങ്ങളാണ് USA, കാനഡ, സ്വിറ്റ്സർലൻഡ്, ജപ്പാൻ, ഓസ്ട്രേലിയ. അപ്പോൾ അത് നേരെ വിപരീതമായിരിക്കും ഫ്ലെക്സിബിൾ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഫ്ലെക്സിബിൾ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ നേരത്തെ റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷനെ പെർഫോം ചെയ്ത പോലെ അത്രയ്ക്കും കോംപ്ലിക്കേറ്റഡ് ആയിരിക്കത്തില്ല ഒരു നിയമം ഭേദഗതി ചെയ്യാനായിട്ട്. അതായത് നമ്മുടെ പാർലമെൻറ്റിലുള്ള ഒരു സിമ്പിൾ മെജോറിറ്റിക്ക് ഒരുമിച്ച് ചേർന്നിട്ട് ഒരു നിയമത്തിനെ ഭേദഗതി ചെയ്യാനായിട്ട് സാധിക്കും. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റി പറയുമ്പോൾ ഒരു കാര്യം ഞാൻ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിന് റിപ്പീറ്റ് ചെയ്യാണ്. ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ലോങ്ങസ്റ്റ് സർവൈവിങ് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പേരാണ് ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ. അതുപോലെ മോഡേൺ ഡെമോക്രസി വന്ന ഒരു രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അതും ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ബ്രിട്ടനാണ്. അപ്പോൾ രണ്ട് കാര്യങ്ങൾ, റിജിഡ് ആൻഡ് ഫ്ലെക്സിബിൾ കോൺസ്റ്റിറ്റ്യൂഷൻ. റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു നിയമം ഭേദഗതി ചെയ്യാനായിട്ട് അത്ര എളുപ്പമായിരിക്കത്തില്ല. സ്പെഷ്യൽ ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് കൊണ്ടുവന്നാൽ മാത്രമേ ഒരു നിയമം ഭേദഗതി ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ USA, കാനഡ, സ്വിറ്റ്സർലൻഡ്, ജപ്പാൻ, ഓസ്ട്രേലിയ. ഫ്ലെക്സിബിൾ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ആദ്യത്തേൻ്റെ അത്രയും പ്രശ്നം ഉണ്ടായിരിക്കത്തില്ല എന്തെങ്കിലും ഒരു ഭേദഗതി നടത്താനായിട്ട്. പാർലമെൻറ്റിലുള്ള സിമ്പിൾ മെജോറിറ്റി സപ്പോർട്ട് ചെയ്താൽ ഒരു കാര്യം ഭേദഗതി ചെയ്യാനായിട്ട് സാധിക്കും. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ.